ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് ഒരു കടുക് മാങ്ങ അച്ചാറിട്ടാലോ. അതിന് വേണ്ടി ഞാൻ ഇതുപോലത്തെ ഒരു 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ നിന്നപ്പം കൊണ്ടുവന്ന മാങ്ങയാണ്. അപ്പം 3 മാങ്ങ ഞാൻ ഒത്തിരി ചെറുതായിട്ടല്ല ഞാൻ അരിഞ്ഞ് തലേന്ന് രാത്രി തന്നെ അരിഞ്ഞ് നല്ല പരലുപ്പിട്ട് നല്ലതുപോലെ സോക്ക് ചെയ്ത് വെച്ചേക്കാണ്. അപ്പോൾ ഞാൻ തൊലിയൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. അപ്പോൾ അതൊരു 3 മാങ്ങ. പിന്നെ ഞാൻ കുറച്ച് വെളുത്തുള്ളി, മാങ്ങയ്ക്ക് അതി വെളുത്തുള്ളി ചേർക്കുന്ന കൊള്ളത്തില്ല, അപ്പം വെളുത്തുള്ളി ചേർത്ത് ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും ചെറുതായിട്ട് കീറി വെച്ചേക്കുന്നു. പിന്നെ നമ്മുടെ പൊടികൾ നോക്കാം. ഞാനെടുത്തത് നമ്മുടെ പിരിയമുളക് പൊടിയാണ്, 2 ടേബിൾ സ്പൂണാണേ. അപ്പോൾ നിങ്ങൾക്ക് എരിവനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്തുപോലെ ഒന്ന് കോപ്പി ചെയ്യേണ്ട. നിങ്ങളുടെ എരിവനുസരിച്ച് സാധാ മുളക് പൊടി ചേർക്കാം. ഞാനിവിടെ എരിവ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് കാശ്മീരി ഈ പിരിയമുളക് പൊടി 2 ടേബിൾ സ്പൂണാണ്. പിന്നെ ഉലുവാപ്പൊടി ഒരു ചെറിയ ടീസ്പൂണാണ് ഫുള്ള്. പിന്നെ കടുക് ഞാൻ 1 ടീസ്പൂൺ. ഇത് അതുപോലെ നമ്മൾ ഈ ഇടികലിനകത്ത് ഇട്ട് ചതച്ചതാണ്, മറ്റേ മിക്സിക്കകത്തിട്ടില്ല. ഇതുപോലെ ഇതിൻ്റെ പരിപ്പ് ഇതുപോലെ ക്രഷ് ചെയ്തെടുക്കുക. പിന്നെ ഞാനെടുത്ത് ഇവിടെ കായപ്പൊടി അതുപോലെ 1 ടേബിൾ സ്പൂൺ ഇല്ല, ഒരു 3/4 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കിങ്ങിലേക്ക് കടക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് കുക്കിംഗ് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ മൺചട്ടിയാണ് എടുത്തത്. മൺചട്ടിയാണ് എപ്പോഴും അച്ചാറിടാൻ നല്ലത്. നമ്മൾ വിനാഗിരി ഒക്കെ ഒഴിക്കുമ്പോൾ പാത്രങ്ങളിലൊന്നും ഇടാതിരിക്കും നല്ലത്. അപ്പം മൺചട്ടി എടുത്തു. ഞാൻ നല്ലെണ്ണയാണ് എടുത്തത്, അല്ലെങ്കിൽ എള്ളെണ്ണ, രണ്ടും ഒന്ന് തന്നെയാണ്. നല്ലെണ്ണ ഞാനൊരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ചാറിടാൻ എപ്പോഴും അതാണ്. പിന്നെ ഞാൻ കടുകിടും, കുറച്ച് 1 ടേബിൾ സ്പൂണും കടുകിട്ട് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പിലുണ്ടെങ്കിൽ ഇടണം കേട്ടോ. ഇവിടെ കറിവേപ്പില തീർന്നു പോയി. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ കടുകെല്ലാം പൊട്ടി കഴിഞ്ഞ് നമുക്ക് ഈ വെളുത്തുള്ളി ഇടാം. വെളുത്തുള്ളി ഇട്ടിട്ട് തീ അങ്ങ് ഓഫ് ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് വെച്ചാൽ ഇതിനകത്ത് കയറി നല്ലൊരു മൂക്കും. ഇനി നമുക്ക് പൊടികൾ ഇടുമ്പം പിന്നെ ഈ തീ ഇല്ലാതിരിക്കും നല്ലതെന്ന് വെച്ചാൽ നമ്മുടെ ഈ മൺചട്ടി ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടാണ്. അപ്പം ഇതിനകത്ത് തന്നെ ഈ വെളുത്തുള്ളി മൂക്കും നമ്മുടെ ഈ ഇരുന്ന മസാലകളെല്ലാം മൂക്കുകയും ചെയ്യും. അപ്പോൾ ഓണാക്കിയിട്ട് കഴിഞ്ഞാൽ അത് കരിക്കും പോകും. അപ്പം ഇതിനകത്ത് തന്നെ ഉണ്ടാക്കി കിടന്ന് ഈ വെളുത്തുള്ളി മൂക്കുകയാണ്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടേക്കും ഇപ്പം. എന്നിട്ട് നല്ല ആ ചൂടിൽ വെളുത്തുള്ളി നല്ല മൂത്ത് വരുന്നുണ്ട്. ഈ മൺചട്ടിയുടെ ഗുണം അതാ, ചൂടാവാനുള്ളൊരു താമസമുള്ളൂ. പിന്നെ അത് നല്ല ചൂടാണ്. അപ്പോൾ അത് മൂത്ത് കഴിഞ്ഞ് ഇനി നമുക്ക് എന്താ ചെയ്യാൻ അറിയോ, ഈ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പൊടികളെല്ലാം ഇതിനകത്ത് ചേർക്കുക. നല്ലതുപോലെ ഇളക്കുക. എന്ന് വെച്ചാൽ ഈ പിന്നെ ചൂടുള്ളത് കൊണ്ട് ഈ ചൂട് മതി. അപ്പം ഞാൻ ഉപ്പിട്ടില്ല. ഉപ്പ് ഞാൻ ഇന്നലെ സോട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ് ഉപ്പിടുന്നത്. ലാസ്റ്റിൽ ഉണ്ടെങ്കിൽ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഉപ്പിട്ടാൽ മതി. നിങ്ങളങ്ങനെ മാങ്ങ അരിഞ്ഞ് പെട്ടെന്ന് ഇടുവാണെങ്കിൽ ഉപ്പ് ഇട്ടോണം കേട്ടോ. ഞാൻ തലേന്ന് രാത്രി ചെയ്ത് വെച്ചുകൊണ്ട് ഉപ്പ് നല്ല പിടിച്ചിരിക്കുക. അപ്പോൾ ഇത് നല്ലതുപോലെ ഇങ്ങനെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കുക. എന്നിട്ട് വിനാഗിരി ഒഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് തീ ഓണാക്കാം. അപ്പോഴത്തേക്ക് ഇത് നല്ല ഉണ്ടോ പച്ചമണം മാറി. ഞാൻ ഫ്ലെയിം ഓണാക്കി. അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം നല്ലതുപോലെ അതിൻ്റെ പച്ചമണം എല്ലാം മാറി. നമുക്ക് എന്താ ചെയ്യണം അറിയോ, വിനാഗിരി ഒഴിക്കുക. വിനാഗിരി ഒഴിച്ച് ഒന്ന് തിളക്കട്ടെ. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ ഇടാം. അപ്പോൾ തിളച്ച് വരുന്നുണ്ട്. ഇത് പിരിയമുളകാണ്, നല്ല കളറാണ്. ഇതിനും കുറവാണ്, നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് മാങ്ങ ഇടാം. ഞാൻ ഉപ്പുവെള്ളം അതിൽ നിന്ന് ഊറ്റിയിട്ടാണ്, എന്ന് വെച്ചാൽ എടുത്ത് കളഞ്ഞത്. എല്ലാം കൂടി ഇടുമ്പോഴത്തേക്ക് ഭയങ്കര ഉപ്പാവും. അപ്പോൾ നമ്മുടെ മാങ്ങയ്ക്ക് നല്ല ഉപ്പ് പിടിച്ചിട്ടുണ്ട്. നമുക്ക് ഗ്രേവിക്ക് ഉപ്പില്ലെങ്കിൽ ലാസ്റ്റിൽ നോക്കിയിട്ട് ഇടാം. ഇളകട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളെല്ലാം നല്ലതുപോലെ ഈ മാങ്ങ സോട്ട് ചെയ്ത് എല്ലാം അടിപൊളിയായി. ഇനി ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ അതുകൊണ്ട് 1/2 ടീസ്പൂൺ ഉപ്പൂടി ഇടുവാണ്.
ഒന്ന് ഇളക്കിയിട്ട് നോക്കിയിട്ടിടാം. ഉപ്പൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഇട്ടോണം. ഉപ്പ് എരിയൊക്കെ എന്ന് വെച്ചാൽ പലരും ക്വാണ്ടിറ്റി പല രീതിയിലാണ് ഉപ്പ് കൂട്ടും. ചിലർ നല്ലതുപോലെ ഉപ്പ് കൂട്ടും. അച്ചാറിന് ഒരു പിടി ഉപ്പ് കൂടും നല്ലതാണ്. എന്നാൽ പ്രഷറൊക്കെ ഉള്ള രോഗികൾ വീട്ടിലുണ്ടെങ്കിൽ ഉപ്പ് കുറയ്ക്കും നല്ലത്. അപ്പം നമ്മൾ എല്ലാം ഇളക്കി ഇതൊന്ന് വാടട്ടെ. അപ്പം നമ്മുടെ മാങ്ങ അച്ചാർ ഫൈനൽ ഘട്ടത്തിലേക്ക് വന്ന് നല്ല സൂപ്പറായിട്ട് ഉപ്പ് എരിയൊക്കെ പിടിച്ച് ഞാൻ ഉപ്പെല്ലാം നോക്കി കറക്റ്റ് ഞാൻ ഉപ്പിട്ട് കൊടുത്താൽ ഉപ്പ് എരിയെല്ലാം നല്ല കറക്റ്റായിട്ട് നമ്മുടെ പരുവത്തിനാക്കി. ഇനി ഞാൻ ഒരു ടിപ്പ് കൂടെ പറഞ്ഞുതരാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, വേണമെങ്കിൽ മാത്രം ഓപ്ഷനാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാരയുടെ ആഡ് ചെയ്യണം. ഇത്രയും മാത്രം കണ്ടോ, അത് വേണമെങ്കിൽ മാത്രം, ഇതൊരു ബാലൻസ് ആവാൻ വേണ്ടി മാത്രം കേട്ടോ. അത് ആരും നിർബന്ധിക്കുന്നില്ല, വേണമെങ്കിൽ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ വേറൊരു ടേസ്റ്റ് അത് ഇഷ്ടപ്പെടുന്നെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഞാൻ അച്ചാറിടുമ്പോൾ സാധാരണ എല്ലാത്തിനകത്തും ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു കുറച്ചൊരു നുള്ള് പഞ്ചസാരയോട് നമ്മൾ ആഡ് ചെയ്യും കണ്ടോ. അപ്പോൾ നമ്മുടെ മാങ്ങ പിങ്ക് റെഡി. നിങ്ങൾ കണ്ട് ഇതുപോലെ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നല്ല ടേസ്റ്റുള്ള മാങ്ങ അച്ചാറാണ്. നമ്മൾ കഞ്ഞിക്കും അല്ല നമ്മുടെ ചോറിനും എല്ലാം ഉപയോഗിക്കാവുന്ന ഉപ്പേരിയൊക്കെ പിടിച്ച് നല്ല സൂപ്പർ. അപ്പം വീഡിയോ വാച്ച് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു ആൾ.